ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കിൻ്റെതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിൻ്റെ മുമ്പേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കോഴിമുട്ട, നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂണോളം വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് നമ്മുടെ മുട്ടയും അതുപോലെ പഞ്ചസാരയും വനില എസൻസ് കൂടെ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം ഓയിലാണ് ചേർക്കുന്നത്. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 2 നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇതേ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ മിക്സ് നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിനുവേണ്ടി ഞാനൊരു അരിപ്പയിൽ 1 കപ്പ് ഗോതമ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മളൊരു 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു അരിപ്പയിലൂടെ നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ അരിപ്പയിലൂടെ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം വളരെ പതുക്കെ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പം ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ ആ ഒരു സ്പീഡ് കൂട്ടി കൊടുത്തതാണ്. നിങ്ങൾ വളരെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു മുട്ടയുടെ ആ ഒരു പതഞ്ഞ് വന്നിട്ടുള്ള ടെക്സ്ചർ ഒന്നും പോവാതെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടും ഇങ്ങനെയാണുള്ളത്. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കാഷ്യൂനട്ട് അതുപോലെ തന്നെ ബദാം റൈസിൻസും കൂടെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനാണ്. വളരെ കുറച്ച് ചേർത്തിട്ട് വളരെ പതുക്കതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനാണ്. ഇനി നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് അടുത്തത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുപോലുള്ളൊരു സോസ് പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിന് ഞാനിപ്പോൾ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചട്ടിയുടെ മുകളിലാണ് വെച്ചത്. നമ്മൾ ഡയറക്റ്റ് ഇത് ഫ്ലെയിമിൽ വെക്കുന്നില്ല. ഒരു ചുവട് കട്ടിയായിട്ടുള്ള ഒരു ചട്ടി ആദ്യം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാനിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഈ ഒരു സോസ് പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്നെങ്കിൽ കേക്ക് ടിന്നിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സോസ് പാനിലേക്ക് ഒഴിച്ച് ടാപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ചൂടാക്കി എടുത്തിട്ടുള്ള ഒരു പാനിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇത് ടാപ്പ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് കളയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നട്ട്സും റൈസിൻസും ഒക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതേ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മളത് അടച്ച് വെച്ചിട്ട് ഈ ഒരു സോസ് പാനിൽ ലിഡ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഹോൾ കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കണം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പാത്രത്തിൻ്റെ കട്ടിയും അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ ആ ഒരു ചൂടും ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഒരു 30 മിനിറ്റ് വരെ നിങ്ങൾ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കരുത്, ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കരുത്. പിന്നെ ഗ്ലാസിൻ്റെ ലിഡ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, പൊങ്ങി വരുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ ഞാനൊരു 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഒരു 40 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് സ്ക്യൂർ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊന്ന് ചൂട് പോയതിന് ശേഷം ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂട് പോയതിന് ശേഷം നമ്മുടെ കേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതായിട്ടുള്ള കേക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവനോ അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു കേക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്